ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുതൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ തൻ്റെ ഫസ്റ്റ് നൈറ്റിനെ പറ്റിയൊക്കെ ശാരദ കാവേരിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അല്ലമ്മേ, എപ്പോഴാ അച്ഛമ്മ കട്ടിലിനിടയിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായത് എന്ന് കാവേരി ചോദിക്കുക. അത് പിന്നെ മോളെ എന്ന് പറഞ്ഞ് ശാരദ പറയാൻ തുടങ്ങുവേ. പിന്നെ ശാരദയ്ക്ക് ബോധം വരുന്നത് താനത് ആരോടാ പറയുന്നതെന്ന്. ഒന്ന് പോടി, സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ ഫസ്റ്റ് നൈറ്റിലെ കാര്യങ്ങൾ അറിയാൻ അവൾ നടക്കുന്നു. കയറി പോവണ്ണേ, ആ വിനീതിന്റെ എടുത്തോണ്ടാക്ക് ഗംഗെ എന്ന് പറയാൻ കേട്ടോ. അപ്പം ശാരദയാണ് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ നമ്മുടെ കാവേരിക്കും ചിരി വരികയാണ് കേട്ടോ അമ്മയുടെ കഥ കേട്ടിട്ട്. ഇതേ സമയം ഗംഗയാണെങ്കിൽ നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത് സുന്ദരി കുട്ടിയായിട്ട് അവരുടെ റൂമിലിരിക്കുക. അപ്പം തൊട്ടടുത്ത് തന്നെ നമ്മുടെ യമുനയും നിളയും ഒക്കെ ഉണ്ട്. അപ്പം നിളയാണെങ്കിൽ നമ്മുടെ ഗംഗയുടെ താലിയിലും മാലയിലൊക്കെ ഇങ്ങനെ തൊട്ടും തലോടിയും ഒക്കെ ഇരിക്കുക. എന്നിട്ട് ചോദിക്കും, ഗംഗേച്ചി, എൻ്റെ കല്യാണം കുറേ കാലം കഴിയുമ്പം കഴിയുമല്ലോ, അപ്പോൾ ഇതുപോലത്തെ മാലയായിരിക്കുമോ എനിക്ക് ഇടുക? നിനക്കും ഇതുപോലത്തെ മാല തന്നെ ഇടാൻ പറയാട്ടോ എന്ന് ഗംഗ അപ്പോൾ പറയൂട്ടോ. ഇനി എത്ര കാലം കഴിഞ്ഞാലല്ലേ എൻ്റെ കല്യാണം എന്ന് ചോദിക്കുക. നീ ഇപ്പോഴേ ധൃതി പിടിക്കല്ലേടി എന്ന് യമുന അപ്പോൾ പറയൂട്ടോ. അപ്പോൾ ഗംഗ പറയും, ഇനിയൊരു 10-12 വർഷമൊക്കെ കഴിഞ്ഞ് നിന്റെ കല്യാണം നടത്താം. അത് ഇങ്ങനെ ആയിരിക്കില്ല, ഒരു നാടാകെ വിളിച്ച് 10-10,000 ആൾക്കാരെങ്കിലും ക്ഷണം ഉണ്ടാകും. അങ്ങനെ ഈ നാട്ടുകാരെ മുഴുവനും അറിയിച്ച് ആഡംബരമായിട്ടായിരിക്കും ഞങ്ങളുടെ നിളക്കുട്ടിയുടെ കല്യാണം നടത്താൻ പോകുന്നത് എന്ന് നമ്മുടെ ഗംഗ പറയൂട്ടോ. അപ്പോൾ പെട്ടെന്ന് ഗംഗയുടെ മുഖത്തുണ്ടാകുന്ന സങ്കടം കാണുന്ന യമുന ചോദിക്കും, ഗംഗേച്ചി, ചേച്ചിക്ക് സങ്കടമുണ്ടോ ചേച്ചിയുടെ കല്യാണം ഇങ്ങനെയൊക്കെ ആയി തീർന്നതിൽ എന്ന് ചോദിക്കുക. ഏയ്, അങ്ങനെ സങ്കടമൊന്നും ഇല്ല മോളെ, പക്ഷെ ഇവളുടെ കല്യാണം നമുക്ക് ഒരുപാട് ആഡംബരപൂർവ്വം നടത്തണം എന്ന് ഗംഗ പറയാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ നിളയും അതിനെപ്പറ്റി ആലോചിക്കുക. അപ്പോൾ യമുന പറയും, നീ കൂടുതൽ ഇപ്പോഴേ സ്വപ്നം കാണണ്ട, അതിനുള്ള പ്രായമൊന്നുമേ നിനക്കായിട്ടില്ലടി എന്ന് പറയാം. അപ്പോൾ കാവേരി അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ. ഗംഗേച്ചി, ദേ വിനീതേട്ടൻ വിളിക്കുന്നുണ്ട് എന്ന് പറയുകയാണേ. ഗംഗ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. എന്താ ഗംഗേച്ചി, വന്നേ, വിനീതേട്ടൻ്റെ റൂമിൽ കൊണ്ടാക്കി തരാം എന്ന് കാവേരി പറയണേ. അപ്പം നീളെ വിളിച്ച് പറയും, ഗംഗേച്ചി പോയിട്ട് പെട്ടെന്ന് തന്നെ വന്നേക്കണം കേട്ടോ എന്ന് പറയാം. അപ്പം യമുന ചോദിക്കും, നീ എന്ത് വർത്തമാനമാടി പറഞ്ഞത്? അതെന്താ യമുന ചേച്ചി അങ്ങനെ പറഞ്ഞത് എന്ന് അപ്പം നീളെ ചോദിക്കും. ഗംഗേച്ചിയെ ഇനി പോയിട്ട് വരാനൊന്നും പോകുന്നില്ല, അതെന്നാ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചല്ലേ എന്നും കിടക്കുന്നത് എന്ന് നീളെ ചോദിക്കുക. ഇത്രയും നാളും നമ്മളെല്ലാവരും ഗംഗേച്ചിയും കൂട്ടി ഒരുമിച്ചാണ് കിടന്നിരുന്നത്, പക്ഷെ ഇനി അങ്ങനെയല്ല, ഗംഗേച്ചിയെ ഇനി മുതൽ കിടക്കാൻ പോകുന്നത് വിനീതേട്ടൻ്റെ റൂമിലാണ്. അതെന്താ അങ്ങനെ? കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു മുറിയിലാണ് കിടക്കേണ്ടത്, അല്ലാതെ അവര് സഹോദരിമാരുടെ കൂടെ അല്ല കേട്ടോ എന്ന് നിളയെ പറഞ്ഞ് മനസ്സിലാക്കുക. അയ്യോ, അപ്പോൾ കാവേരി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാൽ കാവേരി ചേച്ചിയും ഭർത്താവിൻ്റെ കൂടെയാണോ പിന്നെ കിടക്കുക? പിന്നല്ലാതെ. അപ്പോൾ യമുനേച്ചിയും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം എൻ്റെ കൂടെ കിടക്കത്തില്ലേ? ഇല്ല എന്ന് യമുന ഇങ്ങനെ സ്വപ്നലോകത്ത് പോലെ ആലോചിച്ചുകൊണ്ട് പറയാൻ കേട്ടോ. ഞാനും കല്യാണം കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയല്ലേ കിടക്കേണ്ടത് എന്ന് ചോദിക്കുക. അപ്പം ഒരുപാട് കാലം ഞാൻ ഈ കട്ടിൽ തന്നെ കിടക്കേണ്ടി വരില്ലേ എന്ന് നീള ചോദിക്കുകയാണ് കേട്ടോ. നിനക്കങ്ങനെ പേടിയുണ്ടെങ്കിൽ നീ നിൻ്റെ അമ്മയുടെ കൂടെ പോയി കിടക്കണം. ഓ ആയിക്കോട്ടെ, ഞാനേ ഇപ്പം തന്നെ എൻ്റെ അമ്മയുടെ കൂടെ പോയി കിടന്നോളാം, നിങ്ങളെയൊക്കെ വിശ്വസിച്ച് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ തനിച്ചായിട്ട് പോകും എന്ന് പറയണേ. അപ്പം നമ്മുടെ യമുന ഇതെല്ലാം കണ്ടും കേട്ടും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ വിനീതാണെങ്കിൽ അവർക്ക് ലഭിച്ച റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. തൻ്റെ സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം കാവേരിയും അതുപോലെ രാധമ്മയും കൂടിയാണ് ഗംഗയെ വിനീതിൻ്റെ റൂമിൽ കൊണ്ടാക്കുന്നത്. ചെല്ലുമോളെ എന്ന് രാധമ്മ പറയാം. അപ്പം ഗംഗയുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാലും ഉണ്ട് കേട്ടോ. റൂമാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് പഴങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കാണുമ്പം ഗംഗ ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി നോക്കുക. അപ്പോൾ രാധമ്മയും കാവേരിയും ഗംഗയെ റൂമിൽ കൊണ്ടാക്കിയിട്ട് സന്തോഷത്തോടു കൂടി തിരിച്ചു പോവാണ്. രാധമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാണ് വിനീത തന്നെ ഗംഗയിൽ കല്യാണം കഴിച്ചതിൽ. എന്നാൽ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഗംഗ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക. അപ്പം വിനീത് പറയും, വാ ഗംഗ ഇവിടെ ഇരിക്കുക എന്ന് പറയാൻ കേട്ടോ. അപ്പം ഗംഗയാണെങ്കിൽ വിനീതിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണേ. സമയം നമ്മുടെ വിനീത് ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ നെർവസ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്താ ഗംഗയോട് സംസാരിക്കുക, വാ ഗംഗ ഇവിടെ ഇരിക്കുക എന്ന് പറയട്ടോ. അപ്പം വിനീതിൻ്റെ അടുത്ത് തന്നെ കട്ടിലിൽ നമ്മുടെ ഗംഗയും കയറി ഇരിക്കുക. രണ്ടുപേരും പിന്നെ പരസ്പരം ഒന്നും സംസാരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ വിനീതിന് സംസാരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട്. അപ്പം മനസ്സിൽ പറയും, എടാ വിനീതേ, നീ ഇത് കൊളവാക്കല്ലേടാ, നിന്റെ എത്ര കാലത്തെ സ്വപ്നമാ, ദേ ഗംഗ ഇന്ന് നിന്റെ ഭാര്യയായിട്ട് നിന്റെ റൂമിൽ നിന്റെ ബെഡിൽ നിന്റെ അടുത്ത് തന്നെ ഇരിക്കുക, എന്നിട്ടും നീ എന്തെങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? ദേ ഈ ദിവസം കൊളവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവനും അതോർത്ത് നീ സങ്കടപ്പെടേണ്ടി വരും. നിന്റെ ഗംഗയല്ലേ, അവളോട് സംസാരിക്കാൻ നിനക്ക് എന്താടാ ബുദ്ധിമുട്ട്?
മനസ്സ് നമ്മുടെ വിനീതിനോട് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ വിനീതിന് ഒരു രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നില്ല. ആകെ ഒരു ബുദ്ധിമുട്ട്. ഗംഗ എന്ന് പറഞ്ഞ് ശബ്ദമൊക്കെ ഒന്ന് ശരിയാക്കി സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഗംഗയെ കാണുമ്പോൾ വീണ്ടും വിനീത് പഴയപടിയാകും. സംസാരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടോടു കൂടി ആകെപ്പാടെ ഇരിക്കുകയാണ് കേട്ടോ വിനീത്. അപ്പോൾ ഇത് മനസ്സിലാകുമ്പോൾ ഗംഗ പറയും, വിനീതേട്ട ഇത് പാല് ആദ്യം വിനീതേട്ടന് കൊടുക്കണമെന്ന് അച്ഛമ്മ പറഞ്ഞു എന്ന് പറയണേ. പാല് കുടിക്കാൻ പറ്റുമോ? പിന്നെന്താ, അതെന്നെ പാല് കുടിക്കാൻ പറ്റാത്തത്? വിനീത് ഗംഗയുടെ കയ്യിൽ നിന്ന് ആ പാല് മേടിക്കാൻ കേട്ടോ. പക്ഷെ കൈ വിറച്ചുകൊണ്ടാണ് പാല് മേടിക്കുന്നത്. വിറയ്ക്കുന്നത് കൊണ്ട് തന്നെ പാല് മുഴുവനും ആ പാൽ ഗ്ലാസ്സിൽ നിന്ന് തുളുമ്പി താഴോട്ട് ചാടുക. അപ്പം ഗംഗയും വിനീതും കൂടി താഴോട്ട് നോക്കുമ്പോൾ രണ്ടുപേരുടെയും തല പരസ്പരം കൂട്ടിമുട്ടുവേ. അപ്പം നമ്മുടെ വിനീത് ഗംഗയുടെ കണ്ണിലേക്ക് തന്നെ ഭയങ്കര പ്രണയത്തോടു കൂടി ഇങ്ങനെ നോക്കുക. ഗംഗയും ആകെ വിനീതിനെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. രണ്ടുപേരും അവരുടേതായ ലോകത്തേക്ക് പോവാം. വിനീത് പ്രത്യേകിച്ച്. ഗംഗയാണ് പതിയെ അതിൽ നിന്ന് പുറത്ത് കടക്കുവേ, പയ്യെ തല മാറ്റുവേ. എന്താ വിനീതേട്ടാ എന്നിട്ട് ഗംഗ ചോദിക്കും കേട്ടോ. എന്നിട്ട് വിനീത് ഒന്നുമില്ല എന്നും പറഞ്ഞ് തല പയ്യെ തൂക്കുവേ. അയ്യോ തറയിലൊക്കെ പാല് വീണല്ലോ എന്നിട്ട് വിനീത് പറയൂട്ടോ. അത് സാരമില്ല ഞാൻ തുടയ്ക്കാം എന്ന് പറഞ്ഞ് ഗംഗ എഴുന്നേൽക്കുക. അയ്യോ വേണ്ട അത് സാരമില്ല പാലല്ലേ എന്ന് വിനീത് പറയും. ഞാൻ തുടച്ചോളാം എന്നും പറഞ്ഞ് അവിടെ ഇരുന്ന ഒരു ന്യൂസ് പേപ്പറിൻ്റെ കുറച്ച് പേപ്പർ വലിച്ചു കീറി എടുത്തിട്ട് വിനീത് തന്നെ ആ പാലെല്ലാം തുടച്ചു മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗ അവിടെ ഇരുന്നിട്ട് പറയും, വേണ്ട വിനീതേട്ട ഞാനിത് തുടച്ച് കളയാം. അയ്യോ വേണ്ട ഇത് ഞാൻ തുടച്ച് കളഞ്ഞോളാം എന്നും പറഞ്ഞ് ആ തറയിൽ വീണ പാല് മുഴുവനും വിനീത് തന്നെ തുടച്ച് കളയാം. നമ്മുടെ ഗംഗയാണെങ്കിൽ ബെഡിലേക്ക് കയറി ഇരിക്കും കേട്ടോ. എന്നിട്ട് ഗംഗ കൊടുത്ത പാൽ ഗ്ലാസ് വീണ്ടും കയ്യിലെടുക്കുക. എങ്ങനെയെങ്കിലും ഇത് കുടിക്കണം, എന്നിട്ട് പകുതി ഗംഗയ്ക്കും കൊടുക്കണമല്ലോ, അങ്ങനല്ലേ ചടങ്ങ്. അയ്യോ അതിനു മുന്നേ ഞങ്ങളുടെ രണ്ടുപേരുടെ തലകൾ തമ്മിൽ കൂട്ടിയിടിച്ചല്ലോ, അപ്പം മുട്ടണ്ടേ തിരിച്ച്, ഇല്ലെങ്കിൽ എൻ്റെ തല കൊമ്പ് മുളയ്ക്കില്ലേ എന്ന് വിനീത് പറയാൻ കേട്ടോ. എന്നിട്ട് ഗംഗയുടെ അടുത്തേക്ക് തലയെ മുട്ടിക്കാനായിട്ട് പതിയെ ചെല്ലുക. ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഗംഗ പേടിച്ചു പോവാ. എന്താ വിനീതേട്ടാ എന്ന് ചോദിക്കുക. അത് പിന്നെ അത് എന്നും പറഞ്ഞ് വിനീത് വീണ്ടും അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗയാണെങ്കിൽ വിനീതിൻ്റെ അടുത്ത് നിന്ന് നീങ്ങി പോവാ. അതും പൊളിഞ്ഞു, എന്നാലും മുട്ടാതെ എങ്ങനെയാ, മുട്ടിയിലെ കൊമ്പ് മുളയ്ക്കില്ലേ എന്ന് നമ്മുടെ വിനീത് വീണ്ടും പറയാം. പതറരുത് വിനീത് പതറരുത്, ഇത് നീ ചെയ്തേ പറ്റൂ, ഇത് നിങ്ങളുടെ ഭാവി കാര്യമാണ്. നിന്റെ തലയിൽ 2 കൊമ്പ് വന്നാലേ അത് ശരിയാകില്ല. ഗംഗെ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട് എന്ന് ഗംഗയോട് പറയാം. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്ന കാര്യമാണ്, സമ്മതിച്ചേ പറ്റൂ പ്ലീസ് എന്ന് പറയാണ് കേട്ടോ. ഗംഗ സമ്മതിച്ചില്ലെങ്കിലും ഞാനത് ചെയ്യും എന്ന് വിനീത് പാൽ ഗ്ലാസ് നിലത്ത് വെച്ചുകൊണ്ട് ഗംഗയോട് പറയാണ് കേട്ടോ. എന്താ വിനീതേട്ടാ എന്ത് ചെയ്യാനാ എന്ന് ഗംഗ അപ്പം ചോദിക്കാൻ കേട്ടോ. അന്നേരം വിനീത് പറയും അത് അപ്പം ഗംഗ ആകെ പതറി പേടിച്ചു പോവാണേ. ഗംഗയാണെ വിനീത് അടുത്ത് വരും തോറും നീങ്ങിയിരിക്കുക. അതെ ഗംഗ എന്ന് പറഞ്ഞ് വിനീതാണ് വീണ്ടും ഗംഗയുടെ അടുത്തേക്ക് നീങ്ങി ചെല്ലുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേ ഗംഗ പ്ലീസ് ഇത് ചെയ്യാൻ എന്നെ സമ്മതിച്ചേ പറ്റൂ എന്ന് വിനീത് പറയണേ. അപ്പം വീണ്ടും നീങ്ങി ഗംഗ പോവാണ് കേട്ടോ. ഇനി നീങ്ങിയാൽ ഗംഗയാണെ താഴെ കിടക്കും. അപ്പോഴത്തേക്കും വിനീത് ഗംഗയുടെ തല പിടിച്ച് തൻ്റെ തലയിലോട്ട് ഒന്ന് പയ്യെ ഇടിപ്പിക്കും കേട്ടോ. എന്നിട്ട് ചിരിക്കും. ഇപ്പോഴേ എനിക്ക് സമാധാനമായത്, ഇപ്പോൾ ഓക്കെ ആയി എന്ന് പറയാം, ഇനി കുഴപ്പമില്ല എന്ന് പറയാം. എന്തൊക്കെ ആയെന്ന് എന്ന് ഗംഗ ചോദിക്കുക. അതെ 2 ആൾക്കാരുടെ തല തമ്മിൽ കൂട്ടുമുട്ടിയാലേ ഒരു തവണ കൂടി കൂട്ടിമുട്ടിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാ, ഇല്ലെങ്കിലേ കൊമ്പ് മുളയ്ക്കും എന്ന് വിനീത് പറയും കേട്ടോ. അത് കേൾക്കുമ്പം ഗംഗയ്ക്ക് ചിരി വരും. അതായിരുന്നല്ലേ, അമ്മമ്മ പറഞ്ഞതാ, അമ്മമ്മ പറഞ്ഞാലേ തെറ്റില്ല, അമ്മമ്മയ്ക്ക് പല കാര്യങ്ങളും അറിയാം എന്ന് വിനീത് വീണ്ടും പറയണേ. എന്നിട്ട് തറയിൽ വെച്ചിരുന്ന പാലും ഗ്ലാസ് എടുക്കുക, പാല് കുടിക്കുക എന്ന് പറഞ്ഞ് ഗംഗയുടെ കയ്യിലേക്ക് അതങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. കുടിച്ചോ ഗംഗ എന്ന് വീണ്ടും വിനീത് പറയാം. ഗംഗ പേടിച്ചു പോയോ? അത് ഞാനങ്ങനെ ഉപദ്രവിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല, ഞാനൊരു പാവം വന്നേ എന്ന് പറയാം. പെട്ടെന്ന് നമ്മുടെ വിനീതിൻ്റെ ഫോൺ ബെല്ലടിക്കുവാണേ. അതും ഈ അവസരത്തിൽ പാടാൻ പറ്റിയ ഒരു പാട്ടാണ് കേട്ടോ റിംഗ് ടൂണായിട്ട് ഇട്ടിരിക്കുന്നത്, മണവാളനെ പറ്റിയുള്ള ഒരു പാട്ട്. പെട്ടെന്ന് നമ്മുടെ വിനീതത്ത് പോയി എടുക്കുക, എന്നിട്ട് കോൾ കട്ടാക്കി വിടുക. അതെ നമ്മുടെ സലീമിക്കയാണേ. സലീമിക്കയുടെ കോളിന് സെറ്റാക്കി ഇട്ടിരിക്കുന്ന റിംഗ് ടൂണാ എന്ന് വിനീത് പറയും. എന്തിനാണോ എന്തോ ഈ രാത്രിയിൽ ആ മനുഷ്യൻ വിളിച്ചത് എന്ന് വിനീത് പറയാം. എനിക്ക് അപ്പടി ഉറക്കം വരിക, എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്, 2 ദിവസമായിട്ടേ ഉറക്കമൊന്നും ശരിയായില്ലല്ലോ. ഗംഗ കിടന്നോ എന്ന് ഗംഗയോട് വിനീത് പറയാൻ കേട്ടോ. ഇപ്പം ഗംഗ കുറച്ച് പാല് കുടിച്ചിട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞ് ആ പാൽ ഗ്ലാസ് ഗംഗയുടെ കയ്യിൽ നിന്ന് വിനീത് മേടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗംഗ കയറ്റി കിടന്നോ, ഗംഗയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണേ. എന്നിട്ട് വിനീതാണെങ്കിൽ ഗംഗയെ പുതപ്പൊക്കെ പുതപ്പിച്ച്
കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഗംഗയ്ക്ക് വിനീതനോട് ഒരു ബഹുമാനമൊക്കെ തോന്നുന്നുണ്ടേ. വിനീതേട്ടന് തന്നോടുള്ള കെയർ കാണുമ്പം താൻ കിടന്നോ, നന്നായിട്ട് ഉറങ്ങിക്കോ, തൻ്റെ മുഖത്തും നല്ല ക്ഷീണമുണ്ട്, ഞാനും ഉറങ്ങാൻ പോവാ എന്ന് പറയണേ. അപ്പോൾ ഗംഗ കിടന്നു കഴിയുമ്പോൾ വിനീതാണെങ്കിൽ തൊട്ടടുത്ത് പോയി ഇരിക്കുക. എന്നിട്ട് ഗംഗയെ ഇങ്ങനെ കുറേ സമയം നോക്കിയിരിക്കും കേട്ടോ. ഷോ, എൻ്റെ ഒരു കാര്യം എത്രമാത്രം സ്വപ്നം കണ്ട ദിവസമാണ്, ഞാനിത് കോളവാക്കിയെന്നാണ് തോന്നുന്നത്. ഏയ് കുഴപ്പമില്ല, ഗംഗ എന്നോട് ഇമ്പ്രസ് ആയെന്നാണ് തോന്നുന്നത്. രാവിലെ നേരം പുലരുമ്പം തന്നെ നമ്മുടെ ഗംഗ എഴുന്നേൽക്കും കേട്ടോ. അപ്പോൾ വിനീത് നിഷ്കളങ്കമായി കിടക്കുന്നത് ഗംഗ ഒന്ന് നോക്കി നിൽക്കുകയെ. ഇതേ സമയം രാവിലെ നമ്മുടെ നിവിനും അവൻ്റെ വീട്ടിൽ എഴുന്നേറ്റ് വരിക. അപ്പം നിവിനോടൊന്ന് സംസാരിക്കാനായിട്ട് നിവിൻ്റെ അമ്മ അവിടെ കാത്തിരിപ്പുണ്ട്. അമ്മ എന്താ ഇന്നലെ നേരത്തെ കിടന്നുറങ്ങിയോ? ഞാൻ വന്നപ്പം അമ്മയെ കണ്ടില്ല. ഇന്നലെ രാത്രി 10:30 വരെ നിന്നെയും കാത്ത് ഞാനിവിടെ ഇരുന്നു, പക്ഷെ അത് കഴിഞ്ഞാ നീ വന്നത്. അതെങ്ങനെയാ? നിനക്ക് ഭയങ്കര തിരക്കല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. പെട്ടെന്ന് ആസിഫ് അതുവഴി അങ്ങോട്ട് വരിക. അത് പിന്നെ ആൻറ്റി, അവൻ വലിയ തിരക്കുള്ള ആളല്ലേ, ഇവനല്ലേ ഈ നാട്ടിലെ പലരുടെയും കല്യാണം നടത്തി കൊടുക്കുന്നത്. ഇവൻ ചെന്നില്ലെങ്കിലേ കല്യാണം മുടങ്ങി പോകില്ലേ, പിന്നെ എങ്ങനെ അവൻ താമസിക്കാതിരിക്കും എന്ന് ചോദിക്കാം. എടാ എടാ എടാ, എന്നോട് കിടന്ന് അധികം ഊതാതെ നീ പോയി ചായ ഇട് എന്ന് ആസിഫിനോട് അപ്പം നിവിൻ പറയാം. അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇന്നലെ ഒരു കള്ളക്കല്യാണം നടത്താൻ നീ ആയിരുന്നല്ലോ മുൻനിരയിൽ നിന്നത് എന്ന് രാജേശ്വരി അപ്പം ചോദിക്കാൻ കേട്ടോ. ദയമ്മേ, കാര്യം അറിയാതെ അമ്മ സംസാരിക്കരുത്. കള്ളക്കല്യാണമൊന്നുമല്ല, ഈ നാട്ടുകാരും അവരുടെ ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പെറ്റ തള്ളയുടെയും സഹോദരിയുടെയും ഒന്നും അനുവാദത്തോടല്ലല്ലോ അവൻ അവളെ കല്യാണം കഴിച്ചത്. ഞാനേ എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞെന്നല്ല, അമ്മയെ അറിയിച്ചെന്ന് പറ. ആ ജയബാലങ്കിളല്ലേ അമ്മയോട് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത്, എന്നിട്ട് അയാളും അവിടെ ഉണ്ടായിരുന്നല്ലോ. അത് ജയബാലേട്ടൻ്റെ കാരുണ്യം, അവരോടുള്ള ജയബാലേട്ടൻ്റെ മനോഭാവം. ഒന്നും അല്ലെങ്കിലും അരവിന്ദേട്ടനും ജയബാലേട്ടനും ഒരുമിച്ചുണ്ട് ഉറങ്ങി വളർന്നു വന്നവരല്ലേ. ആ ഒരു സ്നേഹം ആ കുടുംബത്തോട് ജയബാലേട്ടനുണ്ട്. അതുകൊണ്ട് അവരെന്തൊക്കെ നെറുകേട് കാണിച്ചിട്ടും അവരോട് വീണ്ടും വീണ്ടും അടുത്തിടപഴകുന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. അതെനിക്ക് ശരിക്കും മനസ്സിലായത് അമ്മേ എന്ന് അപ്പം രാജേശ്വരിയുടെ നിവിൻ പറയാൻ കേട്ടോ. ദേ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. ആ കുടുംബത്തിന്റെ പിന്നാലെ ഇനി നീ ചെല്ലരുത്. എൻ്റെ തലയിൽ തൊട്ട് നീ സത്യം ചെയ്യണം. അവരുടെ ഒരു കാര്യത്തിന് നീ പോകരുതെന്ന്. അമ്മ എന്ത് വർത്തമാനോ പറയുന്നത്? വിനീതൻ്റെ ഈ നാട്ടിലെ ബെസ്റ്റ് ഫ്രണ്ട്. അവനെ ഒരു സഹായം വേണ്ടി വന്നാൽ ഞാൻ ഉറപ്പായിട്ടും ഇനിയും സഹായിക്കും. അവൻ താമസിക്കുന്നത് അവരുടെ വീട്ടിലാണ്, അവിടെ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അവനൊരു സഹായം വേണ്ടി വന്നാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്തു കൊടുക്കും എന്ന് പറയാം. അത് വേണ്ടെന്നാ പറഞ്ഞത്. അവന് ഇങ്ങനൊരു അവസ്ഥ അവൻ സ്വയം വരുത്തി വെച്ചതല്ലേ, അപ്പോൾ അതിൻ്റെ ബാക്കിയും അവൻ തന്നെ നോക്കിക്കോളൂ. നീ എന്തിനാ ആവശ്യമില്ലാത്ത വയ്യാവേലിയൊക്കെ എടുത്ത് തലയിൽ വെക്കാൻ നോക്കുന്നത്? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആവശ്യമില്ലാതെ ആ പെണ്ണില്ലേ കാവേരി, അവളുടെ പിന്നാലെയോ ആ കുടുംബത്തിലുള്ളവരുടെ പിന്നാലെയോ നടന്നാൽ അത് ഞാൻ കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ല ഇനി രാജേശ്വരി പ്രതികരിക്കാൻ പോകുന്നത് എന്ന് പറയാം. നിന്നോടാ ഞാൻ പറഞ്ഞത് എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ എന്ന് വീണ്ടും രാജേശ്വരി പറയാൻ കേട്ടോ. അപ്പം നമ്മുടെ നിവിനാണെങ്കിൽ ചെന്ന് ആസിഫിൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. ഞാൻ ഇനി പോകുന്നില്ല, പോരെ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. അതെന്നാടാ നീ അങ്ങനൊരു വർത്താനം? അപ്പം നിവിനപ്പത്തേക്കും അവിടെ നിന്ന് പോയിട്ടുണ്ടേ. അപ്പം രാജേശ്വരി ദേഷ്യപ്പെട്ടുകൊണ്ട് ആസിഫിനോട് ചോദിക്കും, എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ എന്തിനാടാ നിൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തത്? അത് പിന്നെ ആൻറ്റി, അവനെ അവിടെ പോകാതിരിക്കാൻ പറ്റില്ല. അവർക്ക് ഒരാവശ്യം വന്നാൽ ഇനിയും അവൻ ചെല്ലുകയും ചെയ്യും. അതുകൊണ്ട് ആൻറ്റിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ മടിച്ചിട്ട് അവൻ എൻ്റെ തലയിൽ സത്യം ചെയ്തത്. അപ്പോൾ രാജേശ്വരി ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോവാ. അതേസമയം ആസിഫ് ചിന്തിച്ച് നിൽക്കുക. ഹോ, എൻ്റെ തലയുടെ കാര്യം തീരുമാനമായി. ഇനിയിപ്പം ഞാൻ എൻ്റെ സ്വന്തം തലയിൽ നോക്കണമല്ലോ എൻ്റെ ഈശ്വര. ഇവനിങ്ങനെ ഓരോ കള്ളസത്യങ്ങളുമായിട്ട് എൻ്റെ തലയിൽ ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നും പറഞ്ഞിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇതേസമയം സ്നേഹതീരത്ത് നമ്മുടെ രാധമ്മ വളരെ സന്തോഷത്തിലാണ്. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ട് മുറ്റത്തൂടെ ചെടിയൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണേ. അപ്പം ശാരദ ചായയൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പം രാധമ്മയുടെ അടുത്തേക്ക് ചെല്ലാം. ദേ അമ്മേ, ചായ കുടിക്കുക എന്ന് പറയാം. നീ ഇങ്ങോട്ട് കൊണ്ടുവന്നോ എന്ന് അപ്പം ചോദിക്കാം. പെട്ടെന്ന് കാവേരി എവിടുന്നോ ചാടി വരിക. എനിക്കും ചായ എന്ന് പറയാം. ഓ, നീ പല്ല് തേച്ചിട്ടാണോ ചായ കുടിക്കാൻ വന്നത് എന്ന് ചോദിക്കാം. അത് പിന്നെ ഇത്രയും വലിയ ആന പല്ല് തേക്കാറുണ്ടോ? എന്നാൽ ഇത്രയും വലിയ ആന ചായ കുടിക്കാറുമില്ല. അമ്മേ, വെള്ളത്തിന് ഐസിൻ്റെ തണുപ്പാ, തൊടാൻ പറ്റുന്നില്ല. ആ ഐസ് പോലത്തെ പച്ചവെള്ളത്തിൽ തന്നെ ഞാനും പല്ല് തേച്ചത്. ഗംഗയല്ലേ അമ്മ ചൂടുവെള്ളം ഉണ്ടാക്കിയിടാറ്? ഗംഗ എഴുന്നേറ്റോടി എന്ന് രാധമ്മ അപ്പം ചോദിക്കാം. അറിയില്ലമ്മ എന്ന് ശാരദ പറയാം. അപ്പം ഗംഗ അവിടെ നിന്ന് അങ്ങോട്ട് വരികയാണ് കേട്ടോ. ദേ, അതല്ലേ ഗംഗേച്ചി എന്ന് ചോദിക്കുക. ഗംഗേച്ചി വന്നല്ലോ, നീ അവൾക്ക് മാറാനൊന്നും കൊടുത്തില്ലായിരുന്നോടി എന്ന് രാധമ്മ അപ്പം ശാരദയോട് ചോദിക്കുക. ഷോ, അത് ഞാൻ മറന്നുപോയമ്മ എന്ന് പറയാം. പെട്ടെന്ന് ആ ഗ്യാപ്പിൽ നമ്മുടെ കാവേരി ചായ തട്ടിപ്പറിച്ചെടുക്കും കേട്ടോ. ഗംഗയും ഒരു ഗ്ലാസ് ചായ എടുക്കുമോ. ചായ പോയി എന്ന് കാവേരി പറയാം. ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു, പല്ല് തേക്കാതെ ചായ കുടിക്കുന്നവള് എന്ന് ശാരദ കാവേരി വഴക്കു പറയാ. ഗുഡ് മോർണിംഗ് മോളെ എന്ന് രാധമ്മ അപ്പം ഗംഗയോട് പറയാം. ഗുഡ് മോർണിംഗ് അച്ഛമ്മേ എന്ന് അപ്പം പറയാം. ഇന്നലെ രാത്രി ഉറക്കമൊക്കെ സുഖമായിരുന്നല്ലേ എന്ന് ചോദിക്കാം. നന്നായിട്ട് ഉറങ്ങിയല്ലോ.
എന്ന് വെച്ചാ എന്നപ്പോൾ രാധമ്മ ചോദിക്കുക. സുഖമായിട്ട് ഉറങ്ങിയെന്ന്. എന്താ അച്ഛമ്മേ? കിടന്നപ്പോഴേ ഉറങ്ങിപ്പോയി. ഉറങ്ങിയില്ലോ എന്ന് അപ്പോൾ ഗംഗ മറുപടി പറയൂട്ടോ. അപ്പോൾ ശാരദയും രാധമ്മയും പരസ്പരം നോക്കുവാണേ. മോളെന്തിനാ ഇത്ര രാവിലെ എഴുന്നേറ്റത് എന്ന് രാധമ്മ വീണ്ടും ചോദിക്കുക. കുറച്ച് സമയം കൂടി കിടന്ന് ഉറങ്ങിക്കൂടായിരുന്നോ? അത് എന്തിനാ വെറുതെ കിടക്കുന്ന അച്ഛമ്മേ? ഇതിലും നേരത്തെ ഞാൻ എഴുന്നേൽക്കുന്നതല്ലേ എന്നും. കുറച്ച് ഒരു കാര്യമില്ലാതെ കുറച്ച് അധിക സമയം ഉറങ്ങിപ്പോയി. ഇനി വേണം വെള്ളമൊക്കെ ചൂടാക്കാൻ എന്ന് ഗംഗ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാ. അപ്പം ശാരദ പറയും, മോളെ അതെ അത് മോള് രാവിലെ കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറ് എന്ന് പറയാം. ഈ നേരത്ത് ഞാൻ കുളിക്കാറില്ലല്ലോ അമ്മേ. പോരാത്തതിന് നല്ല തണുപ്പുണ്ട്. ഇച്ചിരി കൂടി വെയിലാകട്ടെ. അത് സാരമില്ല, ഇന്ന് കുളിച്ചോ. ഇന്നലെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. പുതുപ്പെണ്ണിനെ കാണാൻ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നാലോ. ഇവിടെ ഇപ്പം എന്നെ കാണാൻ ആര് വരാനാ അമ്മേ? എന്നെ അറിയാത്തവരൊന്നും അല്ലല്ലോ ഈ ചുറ്റുവട്ടത്തുള്ളത്. എന്തായാലും അമ്മയുടെ നിർബന്ധമല്ലേ, കുളിച്ചേക്കാം എന്ന് ഗംഗ പറയാം. അച്ഛമ്മ കുടിച്ചു കഴിഞ്ഞോ? എങ്കിലാ ഗ്ലാസ്സിങ് താ, ഞാനത് അകത്തുകൊണ്ട് വെക്കാം. എടി നീ കുടിച്ചു കഴിഞ്ഞോ? ഇല്ല ഞാൻ കുടിച്ചില്ല ഗംഗേച്ചി, കുറച്ചുകൂടി ഉണ്ട് എന്ന് കാവേരി അപ്പോൾ പറയാൻ കേട്ടോ. കാവേരി അവിടെ നിന്ന് അവളുടെ ചായ കുടിക്കാം. അമ്മയ്ക്ക് ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ എന്ന് ശാരദേവ പറയും. അമ്മ കാവേരി ഇവിടെ നിൽപ്പുണ്ട്. അവൾ ഇവിടെ നിൽക്കുമ്പോഴാണോ അമ്മ ഓരോന്നൊക്കെ കുത്തി കുത്തി ചോദിക്കുന്നത്? അവൾ എന്ത് വിചാരിക്കും? ഓ ഇവളാ ഒന്നും അറിയാത്തൊരു ഇള്ളാ കുഞ്ഞ്, ഇവളെ ഈ വിഷയത്തിൽ PhD എടുത്തിട്ടുള്ളവളാ എന്ന് അപ്പോൾ കാവേരി അവരുടെ അടുത്തേക്ക് വരൂ കേട്ടോ. എന്താടി PhD കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. രണ്ടുപേര് കല്യാണം കഴിച്ചു കൊടുത്തില്ലേ, ഇനി ബാക്കി കാര്യമൊക്കെ അവർ നോക്കിക്കോളും എന്ന് കാവേരി പറയും. നിങ്ങൾ ഓൾഡ് ജനറേഷൻ അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. എന്താ കപ്പ് ഇതുകൊണ്ട് അകത്ത് വെക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ശാരദയുടെ കയ്യിലോട്ട് കപ്പ് കൊടുത്തിട്ട് കാവേരി അകത്തേക്ക് കയറി പോകട്ടോ. അപ്പം ശാരദയും രാധമ്മയും പരസ്പരം സങ്കടപ്പെട്ട് നോക്കി നിൽക്കുകയാണെ. അവരൊരുമിച്ചൊരു ജീവിതം തുടങ്ങിയില്ലേ എന്നുള്ളൊരു ടെൻഷനൊക്കെയാണ് കേട്ടോ രണ്ടുപേർക്കും. ഇതേസമയം നമ്മുടെ വിനീത് സമാധാനത്തോടെ കിടന്നുറങ്ങുവാണ് കേട്ടോ. എന്നിട്ട് പതിയെ എഴുന്നേൽക്കും. കുളിച്ചു മാറാൻ ഡ്രസ്സൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ എന്ന് വിനീത് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് നീളക്കുട്ടി അവിടേക്ക് വരുന്നത്. വിനീതേട്ടാ എന്നും പറഞ്ഞ്, വാ മോളെ, എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് കയറി വരത്തില്ലായിരുന്നോ എന്ന് ചോദിക്കും. എന്താ രാവിലെ തന്നെ? വിനീതേട്ടൻ ഇനി ഇവിടെ തന്നെ കാണുമോ എന്ന് നീള ചോദിക്കും. പിന്നല്ലാതെ, എന്താ ഞാൻ ഇവിടെ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? ഞാൻ പോണോ? അയ്യോ വേണ്ട വേണ്ട വേണ്ട, വിനീതേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷം തന്നെയാ എന്ന് നീള അപ്പം പറയേ. പിന്നെ എന്താ നീളമോൾ എനിക്കൊരു സഹായം ചെയ്യുമോ? പിന്നെന്താ, എന്ത് സഹായമാ? ബ്രഷ് ഉണ്ടെങ്കിൽ ഒരെണ്ണം കൊണ്ടുവന്ന് തരുമോ എന്ന് ചോദിക്കുക. എന്ത് ബ്രഷാ വിനീതേട്ടാ എന്നപ്പോൾ ചോദിക്കുക. പല്ല് തേക്കാനുള്ള ബ്രഷ്. ഓ അതാണോ, ഞാൻ ചേച്ചിയോട് പറയാട്ടോ എന്നും പറഞ്ഞ് നീളെ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണേ. അപ്പം വിനീതാണെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക. കുളിച്ചിട്ട് മാറാൻ ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ എന്താക്കും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.